Hi, welcome to PSC Challenger app. ഡിഗ്രി പ്രിലിംസിൻ്റെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് പുതിയൊരു സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മളിവിടെ അസസ് ചെയ്യപ്പെടുകയാണ്. ആദ്യം തന്നെ ആ ചോദ്യപേപ്പർ നമ്മൾ പറയുമ്പോൾ നിങ്ങളൊരു ബുക്കും പേനയും എടുത്ത് കയ്യിൽ വെക്കുക, അത് കുറിച്ചെടുക്കുക. കുറിച്ചെടുത്ത ശേഷം നമുക്കത് 3-4 പ്രാവശ്യം നിങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ആര്? നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രസിദ്ധപ്പെടുത്തുന്ന എല്ലാ കറൻസികളിലും റിസർവ് ബാങ്ക് ഗവർണറുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ 1 രൂപ നോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കറൻസികളും പ്രസിദ്ധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആ കറൻസികളിലെല്ലാം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറുടെ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. 1 രൂപ നോട്ട് ഇറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഇതിൽ ആദ്യ ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ജെയിംസ് ടൈലറാണ്. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? താണ്ട് SBI ഉണ്ട്, സെബി ഉണ്ട്, RBI ഉണ്ട്, നബാർഡ് ഉണ്ട്. ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് സെബിയാണ്. എന്നാൽ നമ്മുടെ എക്കോണമിയുടെ പണം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അവിടുത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് മക്കളെ? സെബിയാണ്. അടുത്തത്, 50 രൂപ നോട്ടിൽ കാണിച്ചിരിക്കുന്ന ചിത്രം എന്തിൻ്റെയാണ്? ഓരോ കറൻസികളിലും നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു രൂപം അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ വീട്ടിൽ പോയി ചെല്ലുമ്പോൾ നമ്മൾ ഇരിക്കുന്ന കറൻസി നമ്മുടെ കിട്ടുമെന്ന് മറിച്ചൊക്കെ നോക്കണം. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കറൻസികളുടെയും. ഇവിടെ 50 രൂപ നോട്ടിൽ കാണിച്ചിരിക്കുന്ന ചിത്രം ഹംപിയിലെ രഥമാണ്. ഹംപിയിലെ രഥം, ഇതാണ് 50 രൂപ നോട്ടിൽ കാണിച്ചിരിക്കുന്ന ചിത്രം. മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ബാങ്ക് ഏത്? ഹിന്ദുസ്ഥാൻ ബാങ്ക് ഉണ്ട്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, അലഹബാദ് ബാങ്ക് ഉണ്ട്, യൂണിയൻ ബാങ്ക് ഉണ്ട്. ഹിന്ദുസ്ഥാൻ ബാങ്ക് ആണ് മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ബാങ്ക്. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? നമുക്കറിയാം, സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതികൾ എടുക്കുന്നത്. നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ആരംഭം എന്ന് പറഞ്ഞിരിക്കുന്ന അവരിൽ നിന്നാണ്. അപ്പോൾ നമ്മളത് കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തു നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? കാർഷിക പദ്ധതി, അതായത് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. 2-ാം പദ്ധതി വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അവിടെ പൊതുമേഖലാ നിക്ഷേപത്തിൻ്റെ ഏതാണ്ട് 44% വരെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാത്രമാക്കി മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഏത്? കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്ന പദ്ധതി. ഏത് പദ്ധതി കാലയളവിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത്? തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കടലും കായലുമായി ചേർന്ന് കിടക്കുന്ന ജലപ്രദേശങ്ങളുണ്ട് തോട്ടപ്പള്ളി. അവിടെ
കടലിലെ ഉപ്പുവെള്ളം ഇങ്ങോട്ടേക്ക് കയറാൻ സാധ്യതയുണ്ട്. കാരണം സമുദ്രനിരപ്പിൽ നിന്ന് അല്പം താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ്. അപ്പം അവിടെ സ്പിൽവേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടാക്കി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ചോദിച്ചിരിക്കുന്നത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തെ നിർമ്മിച്ച താണ് ഏത്? തോട്ടപ്പള്ളി സ്പിൽവേ പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്, നാഷണലൈസ് ചെയ്തത്? നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 1980 പിന്നീട് 6 ബാങ്കുകൾ കൂടി ദേശസാൽക്കരിച്ചു. ഇവിടെ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്നാണ് ചോദ്യം. 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പദ്ധതിയുടെ പീരീഡ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 4ാം പദ്ധതി ആരംഭിച്ചതാണ് 1969. അപ്പോൾ അന്നാണ് ഏത് ദേശസാൽക്കരിക്കുന്നത്? 14 ബാങ്കുകൾ. ആരാണ് ദേശസാൽക്കരിക്കുന്നത്? ഇന്ദിരാഗാന്ധിയാണ്. ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി ആരംഭിച്ച വർഷം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1970 ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിക്കുന്നത്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏത്? നമ്മൾ റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് ഒരു ലോങ് ടേം വിഷൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ റോളിംഗ് പ്ലാനിലേക്ക് വരുന്നുണ്ട്. പക്ഷെ റോളിംഗ് പ്ലാൻ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നടപ്പിലാക്കിയ ആദ്യ രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനാണ്. ആരുടെ ജന്മദിനമാണ് സദ്ഭാവന ദിനമായി ആചരിക്കുന്നത്? 1 എ വി പി സിംഗ്, ബി നരേന്ദ്രമോദി, സി രാജീവ് ഗാന്ധി, ഡി വാജ്പേയി. ഇവിടെ ആ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് നമ്മൾ സദ്ഭാവന ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുമായി ഏറ്റവും അധികം കരയതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, നമ്മൾ പാകിസ്ഥാനുമായിട്ട് മിക്കവാറൊക്കെ നല്ല ഫൈറ്റിലൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഒരു സംഘർഷപൂരിതമായ അന്തരീക്ഷം. അപ്പം നമ്മൾ വിചാരിക്കും അവിടെ അല്ല. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം, ഇന്ത്യയുമായി ഏറ്റവും അധികം കരയതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ജമൈക്കയുടെ തലസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ജമൈക്കയുടെ തലസ്ഥാനം കിങ്സ്റ്റൺ. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, ഡിഗ്രി ലെവലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഏതെങ്കിലും അപ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ, പ്രധാനപ്പെട്ടതാവണമെന്നില്ല, അപ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ക്യാപിറ്റൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചെങ്കിലും ഇത് പഠിച്ചു വച്ചിരിക്കണം. അവിടെ ജമൈക്കയുടെ തലസ്ഥാനമാണ് ഏത്? കിങ്സ്റ്റൺ. ആരുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ? പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടിൽ. ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് സോഫിയ? ഓക്കെ, നേരത്തെ പറഞ്ഞു, നമ്മൾ ജമൈക്കയുടെ അല്പം നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. സോഫിയ എന്നത് ബൾഗേറിയയുടെ തലസ്ഥാനമാണ്. ബൾഗേറിയ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഏത്? സോഫിയ. ഇവിടെ ഒരു 5-6 രാജ്യങ്ങൾ കൂടെ അതിനെ കൂടെ നമ്മളെ കൂടെ പഠിക്കുകയാണ്. ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാൻ, ഒമാൻ്റെത് മസ്കറ്റ്, ഖത്തറിൻ്റെത് ദോഹ, സൗദി അറേബ്യയുടേത് റിയാദ്, യമൻ്റെത് സന. സന ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സന ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ഇവിടെ സന എന്ന് പറഞ്ഞിരിക്കുന്ന യമൻ്റെ തലസ്ഥാനമാണ്. റൊമാനിയയുടെ തലസ്ഥാനം ബുക്കാറസ്റ്റ്, ബൾഗേറിയയുടെ തലസ്ഥാനം സോഫിയ. വൺസ് അഗെയിൻ, ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാൻ, ഒമാൻ്റെത് മസ്കറ്റ്, ഖത്തറിൻ്റെത് ദോഹ, സൗദി അറേബ്യയുടെ റിയാദ്, യമൻ്റെത് സന, റൊമാനിയ ബുക്കാറസ്റ്റ്, ബൾഗേറിയ സോഫിയ. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ രാജ്യങ്ങളല്ല. അത്തരത്തിലുള്ള ചെറിയ രാജ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള സാധ്യത പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരത്തിൽ മാറി തിരിഞ്ഞും വന്നിട്ടുണ്ട്. നേപ്പാളിൻ്റെ ദേശീയ മൃഗം ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, നേപ്പാളിൻ്റെ ദേശീയ മൃഗം പശുവാണ്.
നേപ്പാളിൻ്റെ ദേശീയ മൃഗം ഏതാണ്? പശുവാണ്. ഇവിടെ മൊറോക്കോ, ശ്രീലങ്ക, ലൈബീരിയ, ഇംഗ്ലണ്ട്, നെതർലൻഡ്, അൽബേനിയ. മൊറോക്കോ, ശ്രീലങ്ക, ലൈബീരിയ, ഇംഗ്ലണ്ട്, നെതർലൻഡ്, അൽബേനിയ. ഇത്രയും രാജ്യങ്ങളിൽ ആരാണ്? സിംഹമാണ്. ഇനി ചൈനയുടേതാണെന്നുണ്ടെങ്കിൽ ഭീമൻ പാണ്ഡയും, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളുടെ മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? കടുവയുമാണ്. നമ്മളിത് അവിടെ പറഞ്ഞത് നേപ്പാളിൻ്റെ ദേശീയ മൃഗം പറഞ്ഞു, പശുവാണ്. ഇവിടെ മൊറോക്കോ, ശ്രീലങ്ക, ലൈബീരിയ, ഇംഗ്ലണ്ട്, നെതർലൻഡ്, അൽബേനിയ ആ രാജ്യങ്ങളുടെ ദേശീയ മൃഗമായിട്ട് കണക്കാക്കിയിരിക്കുന്നതിനാണ് സിംഹമാണ്. ചൈനയുടേതാണെങ്കിൽ ഭീമൻ പാണ്ഡയും, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളുടെ ഏതാണ് മക്കളെ? കടുവയുമാണ്. ഇനി ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം പ്രായം എത്ര വയസ്സാണ്? ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് ഞാനൊന്ന് പറഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് തന്നെയാണ് വീണ്ടും അത് കറക്റ്റ് ചെയ്ത് പല വീഡിയോയിൽ, കാരണം അത് നമ്മുടെ മനസ്സിലുണ്ടാവും. അത് മാറാൻ വേണ്ടിയാണ് പറയുന്നത്. തന്നിരിക്കുന്നത് 30 വയസ്സ്, 25 വയസ്സ്, 21 വയസ്സ്, 18 വയസ്സ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ മത്സരിക്കാൻ വേണ്ടുന്നത് 21 വയസ്സാണ്. വോട്ടിംഗ് പ്രായം 18 വയസ്സാണ്. 18 വയസ്സുള്ള ആർക്കും വോട്ട് ചെയ്യാം. 21 വയസ്സാണത്. എന്നാൽ നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ്. ആ ലോകസഭയിലേക്കും നിയമസഭയിലേക്കുള്ള മിനിമം പ്രായം 25 വയസ്സാണ്. ഇവിടെയാണ് നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ തെറ്റി ഞാൻ പറഞ്ഞത്. അവിടെ അത് കറക്റ്റ് ചെയ്തിരിക്കുന്നു. സോറി, നേരത്തെ തെറ്റിയതിന് 25 വയസ്സാണ്. ഇവിടെ 30 വയസ്സ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധിയാണ് 30 വയസ്സ്. എന്നാൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കണമെങ്കിൽ മിനിമം 35 വയസ്സുണ്ടായിരിക്കണം. ഒരിക്കൽ കൂടി പറയാം, ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം പ്രായം 25 വയസ്സാണ്. നിയമസഭയിലേക്കും 25 വയസ്സാണ്. 21 വയസ്സെന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധിയാണ് 21 വയസ്സ്. 18 വയസ്സ് വോട്ട് ചെയ്യാനുള്ള മിനിമം പ്രായമാണ്. 30 വയസ്സെന്ന് പറഞ്ഞിരിക്കുന്നത് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധിയാണ്. അപ്പോൾ ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായം എത്ര വയസ്സാണ് മക്കളെ? 25 വയസ്സാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം ആണവ പരീക്ഷണം ഇന്ത്യ നടത്തിയത്? രണ്ടാം ആണവ പരീക്ഷണം നടത്തിയത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 9ാം പദ്ധതിയിലാണ് നമ്മൾ 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം ആണവ പരീക്ഷണം നമ്മൾ നടത്തിയത്. ലോക സാമ്പത്തിക തലസ്ഥാനം ഏത്? ലോക സാമ്പത്തിക തലസ്ഥാനം എന്ന് പറഞ്ഞത് സൂറിച്ചാണ്. ലോക സാമ്പത്തിക തലസ്ഥാനം സൂറിച്ച്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? സാധാരണ വർഷങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കും. ആ വർഷം പഞ്ചവത്സര പദ്ധതിയുടെ പീരീഡുമായി കണക്ട് ചെയ്താണ് ഒരു ചോദ്യം. അതുപോലെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞത്. ഇവിടെ ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നമ്മൾ എന്തിലെത്തുന്നത്? ഇതിലെത്തുന്നത്. ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ശരിക്കും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം, പുറകോട്ട് പോകാം. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ലോക സാമ്പത്തിക തലസ്ഥാനം സൂറിച്ചാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം ആണവ പരീക്ഷണം നമ്മൾ നടത്തിയത്? 9ാം പദ്ധതി കാലത്താണ്. ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള മിനിമം പ്രായം 25 വയസ്സ്. മൊറോക്കോ, ശ്രീലങ്ക, ലൈബീരിയ, ഇംഗ്ലണ്ട്, നെതർലൻഡ്, അൽബേനിയ അവിടുത്തേക്ക് ദേശീയ മൃഗമായി നമ്മൾ സിംഹത്തെ കണ്ടിരിക്കുന്നു. ചൈനയുടേത് ഭീമൻ പാണ്ഡയും, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളുടേത് കടുവയുമാണ്. അവിടെ നേപ്പാളിൻ്റെ ദേശീയ മൃഗം പശുവാണ്. ഇറാന്റെ തലസ്ഥാനം ടെഹ്റാൻ, ഒമാന്റെ തലസ്ഥാനം മസ്കറ്റ്, ഖത്തർ ദോഹ, സൗദി അറേബ്യ റിയാദ്, യമൻ സന, റൊമാനിയ ബുക്കാറസ്റ്റ്, ബൾഗേറിയ സോഫിയ.
ബൾഗേറിയ സോഫിയ, റൊമാനിയ ബുക്കാറസ്റ്റ്, യമൻ സന, സൗദി അറേബ്യ റിയാദ്, ഖത്തർ ദോഹ, ഒമാൻ മസ്കറ്റ്. ഇവിടെ പലർക്ക് യമനും ഒമാനും തിരിഞ്ഞു പോകാറുണ്ട്. ഒമാൻ്റെത് മസ്കറ്റും യമൻ്റെത് സനയാണ്. അതുപോലെ ഇറാൻ്റെത് ടെഹ്റാനാണ്. അതെ, ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് സോഫിയ? നമ്മൾ പറഞ്ഞു ബൾഗേറിയയുടേതാണ്. ആരുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ? പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിൽ. ജമൈക്കയുടെ തലസ്ഥാനം കിങ്സ്റ്റൺ. ഇന്ത്യയുമായി ഏറ്റവും അധികം കരയതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. സദ്ഭാവന ദിനമായി നമ്മൾ ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ ആദ്യ രാജ്യം പാകിസ്ഥാനാണ്. ഓപ്പറേഷൻ ഫ്ലഡ് 1970 നമ്മൾ ആരംഭിച്ചത്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്? 69 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ആരംഭത്തിലാണ്. തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് 1-ാം പദ്ധതിക്കാലത്ത്, 1-ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് 55. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന 1-ാം പദ്ധതിയാണ്. 2-ാം പദ്ധതി വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. 1-ാം പദ്ധതി കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം തന്നെ നമ്മൾ കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. മഹാത്മാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്കാണ്. 50 രൂപ നോട്ടിൽ കാണിച്ചിരിക്കുന്ന ചിത്രം ഹംപിയിലെ രഥമാണ്. ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ നിയന്ത്രകൻ സെബിയാണ്. ഇന്ത്യൻ കറൻസിയോടുള്ള ഒപ്പുവെച്ച ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ജെയിംസ് ടെയ്ലർ. ഇത്രയുമാണ്. അപ്പോൾ നമ്മൾ ഈ 2ാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻ ആയിക്കഴിഞ്ഞു. നമ്മൾ ഓരോ സെറ്റും തുടർച്ചയായിട്ട് വരുമ്പോഴത്തേക്ക് മറ്റ് സബ്ജക്റ്റുകൾ ഇതിൻ്റെ കൂടെ തന്നെ വരും. നമ്മൾ തൽക്കാലം ഒരു സെറ്റ് കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു സെറ്റിനകത്ത് 20-25 ചോദ്യങ്ങൾ താഴെ മാത്രമാണുള്ളത്. ആ 25 ചോദ്യങ്ങൾ നിങ്ങളെടുത്ത് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ ഒരു 3-4 എണ്ണം വെച്ച് കിട്ടാം. 75-100 ചോദ്യങ്ങളുടെ ഉത്തരം ഇതിൽ കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പരീക്ഷ ഡേറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ എങ്കിൽ പോലും നമുക്കിപ്പോഴേ നമ്മൾ തുടർച്ചയായി പഠിച്ചാൽ നിങ്ങൾക്ക് നിശ്ചയമായും ലിസ്റ്റിൽ എത്താൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.